ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഡിസംബർ 10 വരെ സംബാൽ ജില്ലയിലേക്ക് പുറത്തുനിന്നുള്ള ആളുകളെ ആരെയും പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് അവരുടെ പ്രവേശനം നിരോധിച്ച് ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെൻസിയ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജില്ലയിൽ സമാധാനവും ക്രമസമാധാന പരിപാലനവും നിലനിർത്തുന്നതിനു വേണ്ടിയാണ് നടപടിയെന്ന് അധികൃതർ വിശദീകരിച്ചു. ഈ കാലയളവിൽ ജില്ലയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെട്ടവരുടെ അനുമതി തേടേണ്ടതായി വരും. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളടക്കം സംഭവ സ്ഥലത്തേക്ക് സന്ദർശനത്തിന് എത്തുന്നതിനിടയിലാണ് കോടതിയുടെ പുതിയ നീക്കം. ഷാഹി ജുമാ മസ്ജിദ് സമുച്ചയത്തിൽ സർവേ നടന്നതിനെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങൾ, അതിനെ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ ശേഖരിക്കാൻ പ്രതിപക്ഷമായ സമാജ്വാദി പാർട്ടിയുടെ 15 അംഗ പ്രതിനിധി സംഘം സംഭാൽ സന്ദർശിക്കണമെന്നും അറിയിച്ചിരുന്നു. ഇതിനിടയിലാണ് ജില്ലാ ഭരണകൂടം പുറത്തുനിന്നുള്ളവരുടെ പ്രവേശനം നിരോധിച്ചതെന്നും പ്രാധാന്യമർഹിക്കുന്ന വാർത്തയാണ്. ഇക്കഴിഞ്ഞ 24-ാം തീയതിയാണ് സംഭാലിൽ ദാരുണമായ ചില സംഭവങ്ങൾ അരങ്ങേറിയത്. ഹരിഹർ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളിലാണ് മസ്ജിദ് നിർമ്മിച്ചത് എന്ന ആരോപണവുമായി അഭിഭാഷകരായ വിഷ്ണു ശങ്കർ ജെയിനും പിതാവ് ഹരിശങ്കർ ജെയിനും സിവിൽ കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് സിവിൽ കോടതിയുടെ ഉത്തരവ് പ്രകാരം ഉദ്യോഗസ്ഥർ സർവേക്ക് എത്തിയതിന് പിന്നാലെ സംഘർഷമുണ്ടാകുന്നു. ഇതിൽ 6ഓളം ആളുകൾ കൊല്ലപ്പെടുന്നു. പോലീസ് വെടിയുതിർത്തതാണ് കൊലപാതകത്തിന് കാരണം എന്ന് പ്രദേശവാസികൾ പറയുന്നു. അതിനിടയിൽ സംബാൽ ഷാഹി ജുമാ മസ്ജിദിൽ സർവേ നടത്തുന്നതടക്കം സിവിൽ കോടതിയുടെ തുടർ നടപടികൾ സുപ്രീം കോടതി വ്യാഴാഴ്ച സ്റ്റേ ചെയ്യുന്നു. മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നടപടി. സംബാലിൽ സമാധാനവും സാഹോദര്യവും പുലരണമെന്ന് നിരീക്ഷിച്ച ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് ജനുവരി 8-ാം തീയതി വരെ ഒരു നടപടിയും സ്വീകരിക്കരുത് എന്നും നിർദ്ദേശിച്ചു. സംബാലിലെ അനിഷ്ട സംഭവങ്ങളിൽ അന്വേഷണം നടത്താൻ UP സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെയും നിയോഗിച്ചു. നമുക്കറിയാം, കുറെ ദിവസങ്ങളായി ഉത്തർപ്രദേശിലെ സംബാലിലെ ജുമാ മസ്ജിദിൽ നടക്കുന്ന സർവേയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ സാമുദായിക സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ സുപ്രീം കോടതി ഇടപെടുന്നതടക്കമുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി നിലനിൽക്കുന്നു. സമാധാനവും ഐക്യവും നിലനിർത്താൻ നിർദ്ദേശിച്ച കോടതി 2 സമുദായങ്ങളിലെയും അംഗങ്ങളെ ഉൾപ്പെടുത്തി ഒരു സമാധാന സമിതി രൂപീകരിക്കാനും ഉത്തർപ്രദേശ് സർക്കാരിന് നിർദ്ദേശം നൽകി. അങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു പോകുന്നതെങ്കിൽ അങ്ങനെ പരിഹരിക്കട്ടെ എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. സർവേയുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവും പുറപ്പെടുവിക്കരുത് എന്ന് സംബാൽ സിവിൽ കോടതിയോട് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും സഞ്ജീവ് കുമാറും അടങ്ങുന്ന ബെഞ്ച് ആവശ്യപ്പെട്ടതും ക്രമസമാധാന നില തകരാറിലാകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. സംബാലിലെ ഷാഹി ജുമാ മസ്ജിദ് ഹിന്ദു ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചതാണ് എന്ന ആരോപണത്തിൽ മസ്ജിദിൽ സർവേ നടത്താൻ ഉത്തരവിട്ട സിവിൽ കോടതി നടപടിക്കെതിരെ അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കാനും പള്ളി കമ്മിറ്റിയോട് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് ഉചിതമായ ഉത്തരവുണ്ടാകുന്നതുവരെ വിഷയത്തിൽ നടപടിയൊന്നും പാടില്ല എന്നും കോടതി വ്യക്തമാക്കിയത് 2 മതവിഭാഗങ്ങളും തമ്മിൽ ഇടയാതിരിക്കുന്നതിന് വേണ്ടിയാണ്. കേസ് ഫയൽ ചെയ്ത ശേഷം 3 ദിവസത്തിനുള്ളിൽ വിഷയം പരിഗണിക്കണമെന്നും ഹൈക്കോടതിയോട് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്. സർവേ നടത്താൻ വിചാരണ കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ ഏതെങ്കിലും റിപ്പോർട്ട് സമർപ്പിച്ചാൽ മുദ്രവെച്ച കവറിൽ തുറക്കാതെ സൂക്ഷിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. അപ്പീല് തീർപ്പാകാതെ തുടരുമെന്നറിയിച്ച കോടതി അടുത്ത വർഷം ജനുവരി 26-ാം തീയതി വീണ്ടും വാദം കേൾക്കുമെന്നും വ്യക്തമാക്കി. ഷാഹി ജുമാ മസ്ജിദിൽ മുമ്പ് ഒരു ഹരിഹർ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന അവകാശവാദത്തിൽ മസ്ജിദിൽ സർവേ നടത്താൻ സംബാൽ സിവിൽ കോടതി ഉത്തരവിടുകയായിരുന്നു. സിവിൽ കോടതി ഉത്തരവിനെ തുടർന്നാണ് കഴിഞ്ഞ 19-ാം തീയതി മുതൽ സംബാലിലെ സമാധാനം തകർത്തതും സംഘർഷാവസ്ഥ തുടരുന്നതും. പ്രതിഷേധക്കാരും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്നുണ്ടായ വെടിവെപ്പിൽ 6 പേര് കൊല്ലപ്പെട്ടു. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. ഈ ഉത്തരവിനെതിരെ ഷാഹി ജുമാ മസ്ജിദ് മാനേജ്മെന്റ് കമ്മിറ്റിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഉത്തർപ്രദേശിലെ സംബാലിലെ ഷാഹി ജുമാ മസ്ജിദ് സർവേക്കിടയിലാണ്
ജനങ്ങൾ എല്ലാവരും കൂടി സർവേ നടത്താനെത്തിയ ഉദ്യോഗസ്ഥരെ തടയുന്നതും കല്ലെറിയുന്നതും മണ്ണുവാരി എറിയുന്നതും സർവേ നടത്തുന്നതിൽ നിന്ന് അവരെ തടയുകയും ചെയ്തതോടുകൂടിയാണ് അവിടുത്തെ സമാധാന അന്തരീക്ഷം തകർന്നത്. ഷാഹി ജുമാ മസ്ജിദ് സർവേക്കെതിരെ നിലവിൽ പള്ളിക്കമ്മിറ്റി അംഗം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയതും സമാധാനം വീണ്ടെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ്. സർവേ നിർത്തിവെക്കണം എന്ന പള്ളിക്കമ്മിറ്റിയുടെ ആവശ്യം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. ഇപ്പോ നമുക്കറിയാം, ബാബരി മസ്ജിദ്, അയോധ്യ രാമക്ഷേത്രം, മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദ്, ഈ വിവാദങ്ങളൊക്കെ വർഷങ്ങളായി പൊതുസമൂഹത്തിൽ ഉണ്ടെങ്കിലും സംബാൽ മസ്ജിദുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഇതുവരെ ഏറ്റെടുത്തിരുന്നില്ല. ഇപ്പോഴാണ് ആ വിഷയവും സജീവമാകുന്നത്. നൂറ്റാണ്ടുകളായി എല്ലാ വിഭാഗം ജനങ്ങളും സൗഹാർദ്ദത്തോടെ സമാധാനപരമായി ജീവിക്കുന്ന പ്രദേശമാണ് സംബാൽ. 1526-നും 1530-നും ഇടയിൽ മുഗൾ ചക്രവർത്തി ബാബറിന്റെ കാലഘട്ടത്തിൽ പണിത മസ്ജിദാണ് ഷാഹി ജുമാ മസ്ജിദ്. ഈ കാലയളവിൽ പണിത 3 പ്രശസ്തമായ മസ്ജിദുകളിൽ ഒന്നാണിത്. 1992 പൊളിക്കപ്പെട്ട ബാബരി മസ്ജിദും പണിഞ്ഞതിലെ ഈ പാനിപ്പത്തിലെ മസ്ജിദ്, ഇതൊക്കെയാണ് മറ്റ് 2 പള്ളികൾ. പാനിപ്പത്തിലെ ഇപ്പോ ഏകദേശം 1528 ബാബറിന്റെ ജനറൽ മിർ ഹിന്ദു ബെഗ് എന്ന് പറയുന്ന പള്ളി പണിതത് എന്നാണ് ചരിത്രം. സംബാലിലെ മധ്യഭാഗത്തുള്ള ഒരു കുന്നിന്റെ മുകളിലാണ് ഈ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. വലിയ സങ്കേതവും തകർന്ന ചുമരുകളുമുള്ള ചതുരാകൃതിയിലുള്ള മിഹ്റാബും ഹാളും ഇതൊക്കെ അടങ്ങിയ മസ്ജിദ് 2 ഭാഗങ്ങളിലും കമാനങ്ങളാൽ ചുറ്റപ്പെട്ടിട്ടുണ്ട്. കുമ്മായം കൊണ്ട് പൊതിഞ്ഞ കല്ലുകൊണ്ടാണ് മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ജഹാംഗീറിന്റെയും ഷാജഹാന്റെയും കാലത്ത് മസ്ജിദിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. ഭൂരിഭാഗം ചരിത്രകാരന്മാരും മസ്ജിദ് ബാബറിന്റെ കാലത്താണ് നിർമ്മിച്ചത് എന്ന് വ്യക്തമാക്കുമ്പോൾ തുഗ്ലക്കിന്റെ കാലത്ത് പണിത മസ്ജിദിൽ മുഗൾ കാലത്ത് വാസ്തുവിദ്യയിൽ ചില സവിശേഷതകൾ ചേർക്കുകയാണ് എന്നും പറയുന്ന ആളുകളുണ്ട്. എന്നാൽ മസ്ജിദ് വിഷ്ണു ക്ഷേത്രമായിരുന്നു എന്നും വിഷ്ണുവിന്റെ അവതാരമായ കൽക്കി ഇവിടെ ഇറങ്ങാറുണ്ടെന്നും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ചിലരും വാദിക്കുന്നുണ്ട്. ഇതേ വാദങ്ങൾ ഉന്നയിച്ച് വർഷങ്ങൾക്ക് മുമ്പും ഒരു കോടതി കയറ്റം ഉണ്ടായിട്ടുണ്ട്. 1878 മൊറാദാബാദ് കോടതിയിൽ ചെദ്ദാ സിംഗ് എന്ന് പറയുന്ന ഒരാൾ മസ്ജിദിനെതിരെ ഹർജി നൽകുന്നത്. എന്നാൽ ഹർജി കോടതി തള്ളിക്കളഞ്ഞു എന്ന് ജില്ലാ ഭരണകൂടത്തെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. പിന്നീട് ഒരുപാട് കാലം സമാധാനപരമായി മുന്നോട്ട് പോയെങ്കിലും സംബാലിൽ 1976 വീണ്ടും സംഘർഷം ഉണ്ടാകുന്നു. പള്ളിയിലെ മൗലാന കൊല്ലപ്പെട്ടപ്പോഴുണ്ടായ സംഘർഷത്തിൽ 1 മാസത്തോളം പ്രദേശത്ത് കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നു. ചരിത്രം ഇങ്ങനെയൊക്കെ ആണെങ്കിലും സംബാൽ മസ്ജിദിനെ രാജ്യം ശ്രദ്ധിക്കുന്നത് സർവേയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത സംഘർഷത്തിലൂടെയാണ്. ഗ്യാൻവാപ്പി, കാശി വിശ്വനാഥ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ മസ്ജിദുകൾക്കെതിരെ ഹർജി നൽകിയ അഭിഭാഷകരായ വിഷ്ണു ശങ്കർ ജെയിനും പിതാവ് ഹരിശങ്കർ ജെയിനുമാണ് സംബാൽ മസ്ജിദിലും സർവേ ആവശ്യപ്പെട്ട് ഹർജി നൽകിയിരിക്കുന്നത്. ഈ മാസം 19-ാം തീയതി സംബാലിലെ ജില്ലാ കോടതിയിലായിരുന്നു ഹർജി സമർപ്പിച്ചത്. ഹരിഹർ മന്ദിർ എന്ന ക്ഷേത്രം മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബർ തകർക്കുകയും അവിടെ മസ്ജിദ് പണിയുകയുമായിരുന്നു എന്നുമാണ് ഹർജിക്കാർ വാദിക്കുന്നത്. ഗ്യാൻവാപ്പി മസ്ജിദ്, ഈദ്ഗാഹ് മസ്ജിദ്, ധാറിലെ കമാൽ മൗല മസ്ജിദ് എന്നീ മസ്ജിദുകൾക്കെതിരെ ഉന്നയിച്ച അതേ അവകാശവാദം തന്നെയാണ് ഹർജിക്കാർ ഇവിടെയും ഉന്നയിച്ചത്. അതേ ദിവസം ഹർജി പരിഗണിച്ച കോടതി കമ്മീഷണറുടെ നേതൃത്വത്തിൽ സർവേ നടത്താൻ നിർദ്ദേശിക്കുന്നു. ഫോട്ടോഗ്രാഫിക് വീഡിയോഗ്രാഫിക് സർവേക്ക് അനുമതി നൽകിയ കോടതി 29-ന് മുമ്പ് സർവേ സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. പള്ളിയുടെ ഇൻസാമിയ കമ്മിറ്റിയെ കേൾക്കാതെയായിരുന്നു കോടതിയുടെ ഉത്തരവ്. ഉത്തരവിന് പിന്നാലെ കോടതി നിയമിച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ രമേശ് രാഘവും സംഘവും മഗ്‌രിബ് നമസ്കാര സമയത്ത്, അതായത് സന്ധ്യാ സമയത്തൊരു നമസ്കാരമുണ്ട്, ആ സമയത്ത് മസ്ജിദിലെത്തുന്നു.
പോലീസ് സൂപ്രണ്ടിന്റെയും പള്ളി കമ്മിറ്റി അംഗങ്ങളുടെയും ജില്ലാ മജിസ്ട്രേറ്റിന്റെയും നേതൃത്വത്തിൽ വളരെ സമാധാനപരമായ ഒരു സർവേ നടക്കും. എന്നാൽ നവംബർ 24 നടന്ന രണ്ടാം സർവേയാണ് സംഘർഷത്തിലേക്ക് സമ്പാലിനെ നയിച്ചത്. സർവേ സംഘർഷത്തിന്റെ മുന്നിലായി ഇന്നും നിലനിൽക്കുന്നു. ഇന്നും ഈ സർവേ വലിയ രൂപത്തിലുള്ള സംഘർഷമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഈ സമ്പാലിലെ കൂടുതൽ സംഘങ്ങൾ എത്തുന്നു. അവർ സർവേക്കെത്തിയ ആളുകളെ തടയുന്നു. പോലീസ് ഇടപെടുന്നു. ഈ സംഘത്തിന്റെ മുന്നിൽ ഹർജിക്കാരിൽ ഒരാളായ പ്രാദേശിക മതപുരോഹിതനും അയാൾക്ക് പിന്നാലെ ഒരു കൂട്ടം ആളുകളും അന്നു വന്നു. മതപുരോഹിതന്റെ അനുയായികളായി വന്നവർ ജയ് ശ്രീറാം മുഴക്കിയായിരുന്നു പ്രവേശിച്ചത്. സർവേ നടത്തുന്നവർക്കൊപ്പം പോലീസ് സംഘം ഉണ്ടായിരുന്നു. നിരവധി പേർ പള്ളിക്ക് സമീപം തടിച്ചുകൂടുകയും ചെയ്തു. പിന്നാലെ ആൾക്കൂട്ടത്തിൽ നിന്ന് കല്ലേറുകൾ ആരംഭിക്കുകയായിരുന്നു. തിരിച്ച് പോലീസ് നടത്തിയ വെടിവെപ്പിൽ 2 കൗമാരക്കാരുൾപ്പെടെ 4 പേര് കൊല്ലപ്പെട്ടു. എന്നാൽ ഈ സംഭവം നിഷേധിച്ച് പോലീസ് രംഗത്തെത്തി. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന് ലാത്തി ചാർജും കണ്ണീർ വാതകവും മാത്രമേ പ്രയോഗിച്ചുള്ളൂ എന്നാണ് പോലീസ് വാദിക്കുന്നത്. പോലീസിന്റെ അവകാശവാദങ്ങളെ നിഷേധിച്ച MLA CO റഹ്മാൻ ജോലിക്ക് പോയ നിരായുധരായ ആളുകളെ ഉൾപ്പെടെയാണ് കൊലപ്പെടുത്തിയത് എന്ന് ആരോപിച്ചു. പോലീസ് തങ്ങളുടെ വീടുകൾ അടിച്ചു തകർത്തതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു. സമ്പാൽ മസ്ജിദ് സംഘർഷത്തിന് പിന്നാലെ ഒരിടവേളയ്ക്ക് ശേഷം രാജ്യത്തെ ആരാധനാലയ നിയമം ചർച്ചയാകുന്നു. 1947 ഓഗസ്റ്റ് 15 എങ്ങനെയാണോ ആരാധനാലയങ്ങൾ ആ രീതിയിൽ തന്നെ തുടരണം എന്ന 1991 നിയമമാണ് ആരാധനാലയ നിയമം. ആരാധനാലയങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള തർക്കങ്ങൾ ഇല്ലാതാക്കുകയായിരുന്നു ആരാധനാലയങ്ങളുടെ ഈ നിയമത്തിലെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മസ്ജിദുമായിട്ടുള്ള തർക്കം വീണ്ടും ഉയരുമ്പോൾ ആരാധനാലയ നിയമവും അതിന്റെ അപാകതകളും കൂടുതൽ ചർച്ചയ്ക്ക് കാരണമാകും. നന്ദി.